നിങ്ങളിപ്പോഴും ഗൾഫിൽ തന്നെ? അല്ല, ഞാൻ ഗൾഫ് ഒഴിവാക്കി, ഇപ്പോ നാട്ടിൽ തന്നെ ഉള്ളത്. ആ ശരി. നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിയതാ? ഞാൻ പുലർച്ചെ വന്നാണ്. ആ നിൽക്കണ നിങ്ങൾ പറഞ്ഞ ആളെ ഒക്കെ ഒരു ലെവലാക്കി മന്ദം പോയിച്ചേക്കല്ല നിങ്ങൾക്ക് വിരുന്നുകാരുണ്ടേ, ഇവിടെ വരെ. ആരെ വിളിച്ചതാ? അപ്പുറത്ത് കൂടി കൊണ്ട് പോയിട്ടാ, അതാണ് പറ്റി. രണ്ടുപേര് കല്യാണം പറയാൻ പറ്റില്ല, പെരീക്കല്ല പാടത്തേക്കാ പറയാനേ കാരോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എടാ സമതേ, എടാ എത്ര കാലായി എന്നെ കണ്ടിട്ട്. ഇജ്ജ് ഫോൺ ചെയ്തപ്പോ ഞാനാകെ നെട്ടി. 25 കൊല്ലം മുമ്പുള്ള ബന്ധല്ലേ അതെ. ഇജ്ജ് വിളിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാക്കാ അത് കേറ്റി കഴിഞ്ഞിക്കണേ. അല്ല ഇത് പാരാ? ഞാൻ സൗദിയിലുള്ള കാലത്തേ നിന്റെ റൂമിലുണ്ട് ആളേര്. തന്നെ നിങ്ങൾ നാട് എവിടെയാക്കാ? ഞാൻ പട്ടാമ്പി. നിങ്ങൾ സംസാരിക്കും, ഞാൻ ആയിക്കോട്ടെ. എല്ലാ സമ്മതേ നിന്റെ നമ്പർ എനിക്ക് എവിടെ തെറ്റി? നിങ്ങക്ക് ഓർമ്മല്ലേ നമുക്ക് മെസ്സിക്ക് സാധനം തന്നീനെ ബക്കാല നടത്തിന അമീദാക്കാനെ? ആ വല്ലപ്പോയക്കാരോ അമീർക്ക? അയാളിപ്പുണ്ട്. മൂപ്പര് മരിച്ചിട്ടേ 10 വർഷമായി. മൂപ്പര മോനാണ് ഇപ്പൊ കട നടത്തേണ്ടത്. തന്നെ മൂപ്പര് മരിച്ച്? ഓ മൂപ്പര് നമുക്ക് മറക്കാൻ പറ്റൂല. നമ്മളെ പോസ്റ്റ് ബോക്സ് ഒക്കെ അവിടെ തന്നെ. അതന്നെ. മൂപ്പര മോന്റെ സ്നേഹിതനെ നിങ്ങളെ നാട്ടുകാരനാണ്. ആ വൈക്കാണ് എനിക്ക് നമ്പർ കിട്ടിയത് നിങ്ങളെ. തന്നെ അതൊക്കെ പോട്ടെ, ഗൾഫൊക്കെ ഒഴിവാക്കിട്ട് ഇപ്പൊ എന്താ പരിപാടി? എനിക്ക് പരിപാടി ഇതാ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. അത് ശരിയാ. കുട്ടികളെയും നോക്കുക, അതൊക്കെ തന്നെ പരിപാടി. എല്ലാ ഇജിപ്പോഴും ഗൾഫ് തന്നെയല്ലേ? അല്ലേ, ഞാൻ ഇപ്പൊ 4 കൊല്ലായിട്ട് നിർത്തിയിട്ടേ നാട്ടിൽ ചെറിയൊരു കച്ചവടം തുടങ്ങിയിരിക്കണേ. തന്നെ അപ്പൊ ഇങ്ങനെ കൂടി നടക്കുകയാണ്. എത്ര മട്ടം കച്ചവടം? കുഴപ്പമില്ല, ഇങ്ങനെ പോകണ്ട. അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. 10-25 കൊല്ലായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇച്ചിന്റെ നമ്പറും തപ്പി പിടിച്ചുകാണ്ട് എന്നെ കാണാൻ വന്നിട്ട് എന്തിയെ? 25 വർഷമായിട്ട് എന്റെ മനസ്സിന്ന് പോവാത്തൊരു കാര്യമുണ്ട്. നമ്മള് മെസ്സിന്റെ കാര്യം പറഞ്ഞുകാണ്ട് നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം മൂത്ത് ഒരു വീഡിയോ കേസറ്റ് കൊണ്ട് നിങ്ങളെ തലക്കെറിഞ്ഞിക്കാണ്ട് തല പൊട്ടിക്കാണ്ട് ചോര വന്ന് നിങ്ങൾക്ക് ഓർമ്മണ്ട? അന്ന് റൂമിലുള്ളവര് ഡോക്ടറെ അടുത്ത് പോകണം പറഞ്ഞിട്ടേ ഡോക്ടറെ അടുത്ത് പോയ കേസാന്ന് പറഞ്ഞുകാണ്ട് നിങ്ങളാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുന്നതുമില്ല. അങ്ങനെ ആ പ്രശ്നത്തിലാണ് നമ്മൾ രണ്ടാളും റൂം മാറേണ്ടത്. അതൊക്കെ അന്നത്തെ ഒരു ബുദ്ധിമോശം. അതിപ്പോ ഇങ്ങനെ ഇപ്പോഴും മനസ്സിലേക്ക് ഇറക്കുക. എൻ്റെ 25 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. മുസ്തഫാക്ക, നിങ്ങളെനിക്കത് പൊരുത്തപ്പെട്ടു തരൂലേ? എത്രത്? അതൊക്കെ ഞാൻ എന്നോ പൊരുത്തപ്പെട്ടു. ഈ കൊല്ലത്തെ ഹജ്ജിന് ഞാൻ പോവാണ്. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ശരീരത്തിലും മനസ്സിലും ഒരു കറ പോലും ഉണ്ടാവരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അള്ളാഹിനോട് ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ തെറ്റ് അങ്ങനല്ല. ഇത് നിങ്ങളെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എന്റെ മനസ്സിൽ ഒരു കറിയില്ല. എന്റെ കുട്ടി സമാധാനമായിട്ട് പോയിട്ട് വരും. എന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദ്വാരക്കണം. കാക്കാ ബൈക്കോലായിട്ട് വണ്ടി പോയിക്കണ്. നിങ്ങൾ ഒരു വിരുന്നേരം വന്നിട്ട് ഇവിടെ നിന്ന് വർത്താനം പറയാ പെരീക്ക് പോലെ പഠിച്ച തമ്പുരാൻ. ഞാനതാ ഭർത്താവിനെ അതൊക്കെ മറന്നു.